സെപ്റ്റംബർ 8 ഗ്രാൻഡ് പാരന്റ്സ് ഡേ. നമ്മുടെ വീട്ടിൽ മുത്തശ്ശിമാരൊക്കെ ഉണ്ടെങ്കിൽ നല്ല രസമാണല്ലേ അവരുടെ കഥകളൊക്കെ കേട്ടിരിക്കാൻ. എന്നാൽ ആരോരുമില്ലാതെ കഴിയുന്ന അനേകം മുത്തശ്ശിമാരുണ്ട് നമുക്ക് ചുറ്റും. അവരെ ചേർത്തു പിടിക്കുന്നൊരിടമുണ്ട്, അതാണ് സ്നേഹക്കൂട്. നമ്മളിന്ന് കാണാൻ പോകുന്നത് കണ്ണൂരിലെ ധർമ്മടം മീത്തലെ പീടികയിലെ സ്നേഹക്കൂട്ടിലെ മുത്തശ്ശിമാരുടെ വിശേഷങ്ങളാണ്. എല്ലാരും ചൊല്ലണ് എല്ലാരും ചൊല്ലണ് എന്ന പാടി പതിഞ്ഞ ഗാനം ഉയരുന്നത് സ്നേഹക്കൂട്ടിൽ നിന്നാണ്. വൃദ്ധസദനമെന്ന് കേട്ടാൽ ഭയവും വെറുപ്പുമുള്ള അവസ്ഥയിൽ നിന്നും മാറി ചിന്തിക്കുന്ന ടെലിച്ചറി സോഷ്യൽ വെൽഫെയർ ട്രസ്റ്റ് നടത്തുന്ന സ്നേഹക്കൂട് പതിവ് വയോജന കേന്ദ്രത്തിൽ നിന്നും വേറിട്ടു നിൽക്കുന്നു. വാർദ്ധക്യത്തിൽ ഉപേക്ഷിക്കപ്പെട്ടവരുടെ താവളമെന്ന മനോഭാവം സ്നേഹക്കൂടിനില്ല. കൂട്ടുകുടുംബത്തിന്റെ തകർച്ചയും അണുകുടുംബത്തിന്റെ ആഗമനവുമൊന്നും ഇവിടെ ആരെയും അലട്ടുന്നില്ല. ആരോരുമില്ലാത്ത അമ്മമാർക്ക് സുരക്ഷിത സ്ഥാനമായി മാറിയിരിക്കുകയാണ് സ്നേഹക്കൂട് എന്ന അഭയകേന്ദ്രം. നിരവധി സ്ഥലത്തെ ഒറ്റപ്പെട്ടുപോയ ആളുകൾ, അവർക്ക് ജീവിക്കാൻ പ്രയാസപ്പെടുന്ന 60 വയസ്സ് കഴിഞ്ഞ സ്ത്രീകളെ കൊണ്ടുവന്ന് അവരെ ഇവിടെ പാർപ്പിച്ച് അവർക്ക് താമസം, ഭക്ഷണം, അവരുടെ ആരോഗ്യവും മുഴുവൻ കാര്യങ്ങളും ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് ഇതിലൂടെ നമ്മൾ ലക്ഷ്യം വെച്ചത്. അതിനുവേണ്ടി നമ്മൾ ആളുകളെ സെലക്ട് ചെയ്യുന്നുണ്ട്. പോലീസ് സ്റ്റേഷനിൽ നിന്നുള്ള നിർദ്ദേശപ്രകാരവും പഞ്ചായത്ത്, മുനിസിപ്പൽ, വാർഡ് മെമ്പർമാരുടെ നിർദ്ദേശപ്രകാരവും ലഭിക്കുന്ന ആളുകളെയാണ് ഞങ്ങളിവിടെ കൊണ്ടുവരുന്നത്. ഇരുനിലകളിലായി പ്രവർത്തിക്കുന്ന സ്നേഹക്കൂട്ടിൽ 15 അമ്മക്കിളികളുണ്ട്. അമ്മമാരുടെ അഭയകേന്ദ്രമെന്ന നിലയിൽ തലശ്ശേരിക്കടുത്ത കുട്ടിമാക്കൂലിൽ വാടക കെട്ടിടത്തിലായിരുന്നു സ്നേഹക്കൂടിന്റെ തുടക്കം. സുമനസുകളുടെ സഹായത്തോടെ സ്വന്തം സ്ഥലമെടുത്ത് ഇരുനില കെട്ടിടം പണിത് കട്ടിലും കിടക്കയുമൊക്കെ ഒരുക്കിയാണ് സ്നേഹക്കൂട് ഇവിടേക്ക് മാറ്റിയത്. മുകളിൽ താമസിക്കുന്നവർക്ക് താഴേക്ക് ഇറങ്ങാനും കയറാനുമൊക്കെയുള്ള ലിഫ്റ്റും ഒരുക്കിയിട്ടുണ്ട്. നമ്മളിവിടെ ഏകദേശം 7 വർഷം ആയി നമ്മൾ സ്നേഹക്കൂട് ആരംഭിച്ചിട്ട്. വളരെ നല്ല രീതിയിൽ തന്നെയാണ് നടന്നു പോകുന്നത്. ഇപ്പം നമ്മുടെ മനസ്സിൽ കാണുന്നൊരു പ്രോജക്റ്റ് എന്ന് പറയുന്നത് ഒരു ഡയാലിസിസ് സെൻ്ററാണ്. അപ്പോൾ ഡയാലിസിസ് സെൻ്ററിന് ഒരുപാട് പേർക്ക് വൃക്കരോഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് പ്രശ്നങ്ങളുള്ള ഈ അവസരത്തിൽ അങ്ങനെ ഒരു സെൻ്റർ തുടങ്ങിക്കഴിഞ്ഞ പാവങ്ങൾക്ക് അത് വലിയൊരു അനുഗ്രഹമാകുമെന്നുള്ള ധാരണ ഉള്ളത് കൊണ്ട് തന്നെയാണ് ആ ഭാഗത്തേക്ക് നമ്മൾ ചിന്തിക്കുന്നത്. ഇപ്പോൾ ഡയാലിസിസ് സെൻ്ററിൻ്റെ മെഷീനൊക്കെ ഒരു ഉദാരമനസ്കനായിട്ടൊരു വ്യക്തി നമുക്ക് സംഭാവന നൽകാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതിന് വേണ്ടുന്ന ബിൽഡിങ്ങുകളും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ആരോഗ്യകരവും പോഷകപ്രധാനവുമായ ഭക്ഷണവും അമ്മമാർക്കായി ഇവിടെ നൽകപ്പെടുന്നു. അഭയം തേടിയെത്തിയവരെന്ന മനോഭാവമില്ലാതെ സ്നേഹക്കൂട്ടിലെ ജീവനക്കാർക്കൊപ്പം പാട്ടുപാടിയും തമാശ പറഞ്ഞും ഒരു കുടുംബം പോലെ എല്ലാവരും കഴിയുന്നു. പിന്നെ ഒന്നും മോശമൊന്നുമില്ല. എല്ലാം വിട്ടുവീഴ്ച വേണ്ട നമ്മളെടുത്ത്. അതെ, അതാരായാലും വേണ്ടേ. അതെ, അതിന് നല്ലുണ്ട്. ഭക്ഷണം കഴിക്കുന്നുണ്ടോ? ഇവിടെ താമസം എങ്ങനെയുണ്ട്? 75 കഴിഞ്ഞ ശാന്തയും നളിനിയും എല്ലാം മറന്ന് പാട്ടുപാടുകയാണ്. പഴംപാട്ടുകൾ ആസ്വദിക്കാനായി മറ്റമ്മമാരും കൂടുന്നുണ്ട്. ഞാനും വരട്ടെയോ നിന്റെ കൂടെ, പോരണ്ട പോരണ്ട ചന്ദ്രികേ നീ. പ്രായമായവരെ ഉപേക്ഷിക്കുകയോ ദേവാലയ നടയിൽ തള്ളുകയോ ചെയ്യുന്ന ഇക്കാലത്ത് സ്നേഹത്തിന്റെയും കരുതലിന്റെയും ശക്തി പകരുകയാണ് സ്നേഹക്കൂടിന്റെ സംഘാടകർ. ETV ഭാരത്, കണ്ണൂർ.